എനിക്ക് നീ എന്താണെന്ന് മനസ്സിലായി. ഞാനും ഇപ്പൊ ദൈവത്തിനോട് അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്റെ പ്രണയം ഇപ്പോഴത്തേക്കല്ല, എന്നേക്കുള്ളതാ. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും ശിവാനി. ഈ ഒരു ജന്മത്തെ മാത്രമല്ല, ഞാൻ എത്ര ജന്മം എടുത്തു വന്നാലും നിന്റേത് മാത്രമായിരിക്കണം ഞാൻ. നീ പറഞ്ഞത് സത്യമാണ് തൃശൂർ. ഈ ജന്മം മാത്രമല്ല, എല്ലാ ജന്മത്തിലും നീ എന്റേതാ. എനിക്ക് വേണ്ടി ജനിച്ചവനാ, എനിക്ക് വേണ്ടി ജീവിച്ചവനാ. നീ എന്നും എന്റേതായിരിക്കും. ഈ ഗുഹയെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. ഗുഹയുടെ അകത്തൊരു വെളിച്ചം കാണുന്നില്ലേ? അപ്പൊ അദ്ദേഹം അവിടെ കാണും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ, അയാള് വരുന്നവര് നമ്മളെന്തിനാ കാക്കുന്നേ? ഞാൻ അകത്ത് പോയി കൂട്ടിക്കൊണ്ടുവരാന്നേ. ഡാ, നീ അകത്തേക്കായിരിക്കില്ല പോകുന്നത്, മുകളിലേക്കാവും പോവാ. വെറുതെ നിക്കടാ. കുറച്ചു നേരം കൂടി കാക്കാം. എന്നാലും ത്രയംബക ഗുരുവിനെ കൊണ്ട് സാധിക്കാത്തത് ഈ ഗുരുവിനെ കൊണ്ട് എങ്ങനെ സാധിക്കും? ത്രയംബക ഗുരു മഹാശക്തിശാലിയായിരുന്നു. അദ്ദേഹത്തിന് സാധിക്കാത്തത് ഈ ഗുരുവിനെ കൊണ്ട് സാധിക്കൂ? ഇനി ഇദ്ദേഹത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതല്ലേ? നമ്മുടെ പ്രണയം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ ശിവാനി. ഉണ്ടാവേണ്ടത് തന്നെ തൃശൂർ. നമ്മൾ രണ്ടാളും ഉള്ളിടത്തോളം നമ്മുടെ പ്രണയവും ഇങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ പ്രണയം, ശക്തി, സത്യം എല്ലാം നീയും നമ്മുടെ കുഞ്ഞുമായിരിക്കും. അതെനിക്കറിയാം ശിവാനി. എന്നാ എന്റെ ഉള്ളിലെ സംശയം, മനസ്സിലെ ചോദ്യങ്ങള്, ഇതിന്റെ എല്ലാം ഇടയ്ക്ക് അച്ഛന്റെ മരണം. അച്ഛനെന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയേ? ഞാൻ അച്ഛനെ കൊന്നത് എന്തിനാണെന്നുള്ള ചോദ്യം എന്റെ മനസ്സില്. അച്ഛന്റെ മരണം വീട്ടിൽ പറയാൻ സാധിക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കാൻ ഞാനൊരു മകനായിട്ട് അച്ഛന്റെ മരണത്തിന്റെ കാരണക്കാരനായിട്ട് ഇപ്പോ അവസാന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമം എനിക്ക്. ഇതിന്റെ എല്ലാം ഇടയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം ശിവാനി. പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അച്ഛന്റെ മരണമാണ് കൺമുന്നിൽ തെളിയുന്നത്. ഇതിന് ആരോടാ ഞാൻ പരിഹാരം ചോദിക്കണ്ടേ? ഒന്നും ചിന്തിക്കണ്ട. ഇന്ന് തന്നെ അങ്കിള് മരിച്ച സ്ഥലത്തേക്ക് പോയി അവിടെ പരിഹാര കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തിട്ട് വരാം. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? നിങ്ങൾ എങ്ങോട്ടാ വിളിച്ചോണ്ട് വന്നത്? ഇത് ത്രയംബക ഗുരുവാണ്. എടാ, ഇത് അത് തന്നെ. അയാള് വേഷം തന്നെ മാറിയിരിക്കുന്നു. ഇത് ത്രയംബക ഗുരുക്കൾ തന്നെയാ. അവനെ പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഞാൻ അവനല്ല. ഞാൻ തക്ഷകനാണ്. അല്ല ഗുരുക്കളെ, അദ്ദേഹവും താങ്കളും കാഴ്ചക്ക് ഒരുപോലെയാണ്. അതുകൊണ്ടാണ്. അതൊരു ജന്മരഹസ്യമാണ്. ഞാൻ ത്രയംബകന്റെ അനുജൻ തക്ഷകനാണ്. ഞങ്ങൾ ഇരുവരും നാഗമാണിക്യത്തിനായി പോരാടിയവരാണ്. ഒരു ഘട്ടമെത്തിയപ്പോൾ ഞാനുമായി തെറ്റിപ്പിരിഞ്ഞ് എന്നെ വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ദേശാടനത്തിനായി പോയി. മന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും ഗ്രഹസ്ഥമാക്കി തിരിച്ചെത്തി. എനിക്കും അവനെപ്പോലെ നാഗമാണിക്യം എന്റേതാക്കി മാറ്റണമെന്ന മോഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാ ദേശാടനം നടത്തി വിദ്യകൾ അഭ്യസിച്ചത്. നിങ്ങള് ഇവിടേക്ക് വന്നത് എന്തിനാണ്? ഞങ്ങൾ വന്നതും അതേ നാഗമാണിക്യത്തിന്റെ കാര്യത്തിന് തന്നെ. നാഗമാണിക്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. ത്രയംബക ഗുരുവായിരുന്നു ഞങ്ങളുടെ മാർഗദർശി. പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഗുരുക്കളെ.
ഞങ്ങളുടെ കൂട്ടത്തിന്റെ തലവനായിരുന്നു എന്റെ മുതലാളി. അദ്ദേഹത്തെയും കാണുന്നില്ല ഇപ്പോൾ. അദ്ദേഹം എവിടെയുണ്ടെന്ന് അറിയണം. കൂടെ നാഗമാണിക്യവും കണ്ടുപിടിച്ചു തരണം. അങ്ങ് വന്ന് ഞങ്ങളെ സഹായിക്കില്ലേ ഗുരുക്കളെ? ഇല്ല, സാധിക്കില്ല. നാഗമാണിക്യം നേടാൻ ഞാൻ ആരെയും സഹായിക്കില്ല. നിങ്ങൾക്ക് പോകാം. തൃശൂർ, മനസ്സിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കേ. എന്തു പറയണം, എന്ത് ചോദിക്കണം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കാരണം അച്ഛന്റെ ജീവൻ നഷ്ടമായി. എന്നോട് ക്ഷമിക്കണേ അച്ഛ. നിന്റെ ദുരാശ കൊണ്ടാണ് നിന്നെ ആദിശേഷന്റെ കൈകൊണ്ട് കൊല്ലേണ്ടി വന്നത്. ആദിശേഷൻ നിന്റെ പ്രാണനെടുത്ത ഉടനെ നീ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് നിനക്ക് നിത്യശാന്തി ലഭിക്കട്ടെ. അടുത്ത ജന്മത്തിലെങ്കിലും നീ ഒരു നല്ല മനുഷ്യനായിട്ട് പുനർജനിക്കാൻ ഇടയാവട്ടെ. ഗുരുക്കളെ, അങ്ങ് നാഗമാണിക്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാ. പക്ഷെ ഇപ്പോ നാഗമാണിക്യത്തിന്റെ കാര്യം സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് നാഗമാണിക്യമല്ല, മോഹമാണിക്യം, ഭ്രമമാണിക്യം, കൽപ്പനാമാണിക്യം, മായാമാണിക്യം. അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളെയും ദുരന്തങ്ങളെയും പറ്റി അറിവുണ്ടോ നിങ്ങൾക്ക്? നാഗമാണിക്യത്തിന് വേണ്ടി മാത്രമാണ് ഞാനും എന്റെ ജ്യേഷ്ഠനും തമ്മിൽ വഴക്കുണ്ടായത്. ഞാൻ കാശി, വാരണാസി, മാനസ സരോവരം അവിടെയെല്ലാം ഊര് തെണ്ടി നടന്നിട്ട് ഇവിടേക്കെത്താൻ 20 വർഷം കളയേണ്ടി വന്നു. ഇനി വീണ്ടും ആ മോഹമാണിക്യത്തിന്റെ ഭ്രമത്തിൽപ്പെട്ട് ശിഷ്ടകാലം കൂടി കളയണമെന്നാണോ? മോഹമാണിക്യം നേടാനുള്ള ആഗ്രഹം എനിക്കില്ല. നിങ്ങൾക്ക് പോകാം. ഗുരുക്കളെ, ഗുരുജി, ദേവി ഇതങ്ങനെ പറയല്ലേ. നാഗമാണിക്യത്തിന് ശക്തി ലഭിച്ചാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാവൂ. ആ ശക്തി കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. ദേവിയത് ഞങ്ങളെ സഹായിക്കണേ. ഗുരുക്കളെ, അങ്ങേക്കിപ്പോ നാഗമാണിക്യത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോ 24 വർഷം അതിനുവേണ്ടി കളഞ്ഞത്. ദയവായി ഞങ്ങളെ സഹായിക്കണം. പറ. അയ്യോ, അങ്ങനെ പറയരുതേ സ്വാമിജി. ഗുരുക്കളെ, ദൈവം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളേവരും എനിക്കൊരു സത്യം ചെയ്തു തരേണ്ടതാണ്. അത് നേടാൻ ഞാൻ സഹായിക്കാം. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ ആരും തന്നെ ശ്രമിക്കരുത്. ഞാൻ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കില്ല. ആരുടെയും വാക്ക് ചെവിക്കൊള്ളില്ല. ഞാൻ എന്റെ ഇഷ്ടാനുസരണമായിരിക്കും ഞാൻ സഞ്ചരിക്കുക. കാരണം എനിക്ക് ഞാൻ തന്നെയാണ് ഗുരു. എന്റെ ദൈവവും ഞാൻ തന്നെ. നാഗമാണിക്യം ലഭിക്കുന്ന ക്ഷണം തന്നെ ആ ഭ്രമമാണിക്യത്തെ എന്റെ കാൽക്കൽ സമർപ്പിക്കണം നിങ്ങൾ. മാണിക്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ശക്തികളിൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരും. ആ വ്യവസ്ഥയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം, നിങ്ങൾ ആരും സ്വയം ചതിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇല്ല ഗുരുക്കളെ, ഞങ്ങൾ ആരും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഒരു കാരണവശാലും ഗുരുക്കളെ ഞങ്ങൾ ചതിക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളേവരും സത്യം ചെയ്യൂ. അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് നടക്കുമ്പോ ഇയാള് വന്ന് എല്ലാവർക്കും പങ്കിടാൻ തുടങ്ങുന്നു. ആദ്യം നാഗമാണിക്യം നേടാം, പിന്നീട് അത് കൈക്കലാക്കാനുള്ള വഴി നോക്കാം. വേറെ മാർഗമില്ല. എല്ലാവരും വരൂ, സത്യം ചെയ്യൂ.
നിങ്ങൾക്കിനി പോകാം. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പരമശത്രു ഇതുവരെ മരിച്ചിട്ടില്ലെന്നല്ലേ? അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? ഓം നാഗദേവായ നാഗനേത്രായ നാഗക്ഷായ നമോ നമഃ. നാഗനക്ഷേ പോകൂ. പരമശത്രുവിന്റെ മൃതദേഹം എവിടെയാണെന്ന് കണ്ടെത്തൂ. നാഗനക്ഷം എന്തുകൊണ്ടാവും വിദ്യ കാണിക്കാത്തത്? അപ്പോ അയാളുടെ മൃതദേഹം ഇവിടെ ഇല്ല എന്നാണോ? അതോ അയാൾ ജീവനോടെ ഇപ്പോഴും ഉണ്ടെന്നാണോ? ശിവാനി, നമുക്ക് പോവാം. ശിവാനി, എന്താ ഇതൊക്കെ? വേറെ കളറായിട്ട് മാറിയല്ലോ. അത് നമ്മൾ ചെയ്ത പരിഹാര പൂജ നന്നായി നടന്നു എന്നുള്ളതിന്റെ സൂചനയാ. അദ്ദേഹത്തിന്റെ ആത്മാവിന് തീർച്ചയായും ശാന്തി ലഭിച്ചു. മരിച്ച വ്യക്തിക്ക് ശാന്തി ലഭിച്ചിരിക്കുക, പക്ഷെ ജീവനുള്ളവർക്കോ? വാ പോവാം ശിവാനി. അവന്റെ ജീവൻ പോയോ അതോ ആരെങ്കിലും ദുഷ്ടശക്തി ഉപയോഗിച്ച് അവനെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും പുറത്തെടുത്തതാണോ? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഇവിടെ എവിടെയോ ഇച്ഛാധാരി നാഗങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. നന്ദിശ, മെയിൻ റോഡിലേക്ക് എത്ര ദൂരമുണ്ട്? എനിക്കെന്തോ പേടി വന്നടാ. മിണ്ടായിട്ടാ, എന്തിനാ പേടിക്കുന്നത്? സ്വാമിയല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, പിന്നെ എന്ത് പേടിക്കാൻ? സ്വാമിയുടെ കയ്യില് മന്ത്രമൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ? വനമാലി തായി നമുക്ക് മുന്നോട്ടുള്ള വഴി കാട്ടും. തൃശൂൽ, നമുക്ക് ഈ വഴി പോവണ്ട, ഈ വഴി കൂടെ പോവാം. വഴി കാട്ടൂ. ഓ, ദിക്കു മാറിയിരിക്കുന്നു അവർ. വനമാലി തായി നമുക്ക് വഴികാട്ടി തരുന്നതാണ്, അതിൽ ഒരു സംശയവും വേണ്ട. പാപപരിഹാര ക്രിയയാണ്. ആരായിരിക്കും ചെയ്തിരിക്കുന്നത്? മനസ്സിലാക്കിയേ പറ്റൂ. ഓം ജ്വാലമാലിനി ജ്വാലാമുഖിഹാരിണി വനദുർഗ രക്തേശ്വരി രുദ്രമാലിനി. മഹാമാന്ത്രിക ഭൈരവ ബാബ, നിങ്ങളുടെ രക്ഷകനല്ലേ? നമ്മൾ നിൽക്കുന്നയിടത്താ അയാളുടെ മരണം സംഭവിച്ചേ.
ഗുരുക്കളെ, ബാബയെ കൊന്നത് ആരാണ്? അതുമാത്രമല്ല, എന്റെ മുതലാളി ദൃശ്യമാകുന്നില്ല. നാഗങ്ങളുമായി പോരാടിക്കഴിഞ്ഞ് അദൃശ്യമായിരിക്കുന്നു. അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്റെ മുതലാളി ഇവിടെ മരിച്ചിട്ടില്ല. ഇപ്പോ ഏതവസ്ഥയിലാണെന്ന് വ്യക്തമാകുന്നില്ല. അല്ല സ്വാമി, ഭൈരവബാബയെ തന്നെ കൊന്നിട്ടുള്ളപ്പോ ദിഗ്വിജയനെ വെറുതെ വിട്ടു കാണുമോ? സ്പഷ്ടമാകുന്നില്ലല്ലോ. എന്നുവെച്ചാ അവൻ നാഗമാണിക്യം എടുത്തോണ്ട് എവിടെങ്കിലും രക്ഷപ്പെട്ടു പോയി കാണുമോ? ചോദ്യങ്ങൾ ഒരുപാടാണ്. ജ്വാലമാലിനി തന്റെ തൃക്കണ്ണ് തുറക്കാതെ ഒന്നും വ്യക്തമാകില്ല. അല്ല ഗുരുക്കളെ, ഞങ്ങളുടെ ഭൈരവബാബയെ കൊന്നത് നാഗറാണിയാണോ? നാഗറാണി മാത്രമല്ല, ആ നാഗത്തിനൊപ്പം മറ്റൊരാൺനാഗവും ഉണ്ടായിരുന്നു. ആ നാഗങ്ങളുടെ രൂപം എങ്ങനെ ഗുരുക്കളെ? ഒന്ന് സ്വർണവർണ്ണത്തിലുള്ള സ്ത്രീനാഗം, മറ്റൊന്ന് ചെങ്കൽ ചുവപ്പ് കലർന്ന ആൺനാഗവും. അവരാണ് ഭൈരവ ബാബയെ കൊന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സർപ്പങ്ങളിൽ ആരായിരിക്കും ഭൈരവ ബാബയെ കൊന്നിരിക്കുന്നത്? സമയചക്രം നമുക്കത് വ്യക്തമാക്കി തരുന്നതാണ്. ഗുരുക്കളെ, തെറ്റാണെങ്കിൽ പൊറുക്കണം. അങ്ങ് ഇവിടെ വന്ന ഉടനെ ഇവിടെ ഉള്ളതെല്ലാം കണ്ട് സംഭവിച്ചതൊക്കെ പറഞ്ഞു. അതുപോലെ നാഗമാണിക്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി അവിടെ സംഭവിച്ചതെല്ലാം പറയാൻ സാധിക്കില്ലേ ഗുരുക്കളെ? ഇപ്പോ നാം കണ്ടെത്തേണ്ടത് നാഗമാണിക്യം എവിടെയെന്നല്ല, ദിഗ്വിജയൻ എവിടെയെന്നാണ്. അയാളെ കണ്ടെത്തിയാൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ദിഗ്വിജയ് എവിടെയാണെന്ന് എത്രയും വേഗം കണ്ടുപിടിക്കണം. അതത്ര എളുപ്പമാകില്ല. ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. ഹോമം നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ആ നാഗങ്ങളെ സമാധാനമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓം ജ്വാലമാലിനി നമഃ. കൃഷ്ണേ, ഈ മഞ്ഞളിൽ എന്തുണ്ട്? ഇത് സർവരോഗനാശിനി, സർവവും അമൃതമയം. അതറിയാം. എന്നാൽ ഇത് സാധാരണ ചികിത്സ പോലെയാണല്ലോ. ഇത് കാഴ്ചയിൽ സാധാരണമായിരിക്കാം, എന്നാൽ ഇതിന്റെ ഫലമാകട്ടെ അസാധാരണമാണ്. ഇത് മഹാകായകൽപ്പ ചികിത്സാവിധിയിലെ ഒരു രീതിയാണ്. ഓം നമോ മഹാനാഗാർജുനായ. ഇത് വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എപ്പോഴത്തേക്കിന് ഇത് ഭേദമാവും? എപ്പോ ഞാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും? തൊട്ടാൽ ഉടനെ സുഖം പ്രാപിക്കുവാനായി ഞങ്ങൾ നടത്തുന്നത് മായാജാലമോ മന്ത്രജാലമോ മഹേന്ദ്രജാലമോ അല്ല. ഇതിനതിൻ്റെതായ കാലതാമസമുണ്ടാകും. എനിക്ക് മടുത്തു. നിങ്ങളിതൊന്ന് നിർത്തുവോ? എടുത്തു ചാടാതെ. പകുതിക്ക് നിർത്തിയാൽ നിനക്ക് പഴയ രൂപം ലഭിക്കുകയില്ല. വന്നാലും ഇപ്പോഴുള്ളതിനേക്കാൾ വികൃത രൂപമായിരിക്കും. അത് എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ പറ്റും? ദാക്ഷായണി, മനസ്സിലായി. നിന്റെ ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നു. നിന്റെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്നുവെച്ചാ അപായത്തിന്റെ സൂചന കിട്ടിയത് സത്യം തന്നെയാണോ? മരിച്ചു എന്ന് കരുതിയ എന്റെ ശത്രു ദിഗ്വിജയന്റെ ശവം അവിടെ ഇല്ലെന്നാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? എന്തായിരിക്കും അപ്പോ? അവൻ ജീവനോടെ ഉണ്ടെന്നാണോ? അതോ ഏതെങ്കിലും ദുഷ്ടശക്തികൾ അവനെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിക്കാണോ?
അതോ നാഗഗുരു പറഞ്ഞതുപോലെ പുതിയൊരു ശത്രു ഉടലെടുത്തെന്നാണോ?